നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാഹുൽ ഗാന്ധിക്കെതിരായ വധഭീഷണിയിൽ അടിയന്തര പ്രമേയ അനുമതിയില്ല. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സ്പീക്കർക്കെതിരെ ബാനർ ഉയർത്തി നടുത്തളത്തിലിറങ്ങി. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പിണറായിക്ക് ബിജെപിയെ പേടിയെന്നും സിപിഎമ്മിന് അവിശുദ്ധ ബാന്ധവമെന്നും വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ പ്രഹസനമെന്ന് മന്ത്രി എം പി രാജേഷ്. ജയിലുകളിലെ സുരക്ഷാ വീഴ്ച ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജയിൽ ചാട്ടം അതീവ ഗുരുതരമെന്നും ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടിയെന്നും മുഖ്യമന്ത്രി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ നടപടി വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ശേഷം. രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നത് വസ്തുതാവിരുദ്ധ പ്രചാരണമെന്നും ജയിലിൽ സംഘർഷാവസ്ഥയില്ലെന്നും മുഖ്യമന്ത്രി. പൊതുയോഗങ്ങൾക്ക് മാർഗരേഖ തയ്യാറാക്കാൻ DMK സർക്കാർ. സർവകക്ഷി യോഗം വിളിക്കും. വിജയ് മനുഷ്യത്വവും ഉത്തരവാദിത്വവും ഇല്ലാത്ത നേതാവെന്ന് കനിമൊഴി. DMKയെ പ്രതിരോധത്തിലാക്കി മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പെഴുതി TVK പ്രാദേശിക നേതാവിന്റെ ആത്മഹത്യ. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിൽ 8-അംഗ NDA സംഘവും KC വേണുഗോപാലും കരൂരിൽ. DGP യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. 5 ദിവസത്തിനകം വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്ന് CAT. നടപടി സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിനെതിരെ യോഗേഷ് ഗുപ്ത സമർപ്പിച്ച ഹർജിയിൽ. ബീഹാറിൽ SIR നടപടികൾ പൂർത്തീകരിച്ചുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പുറത്തിറക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഒക്ടോബർ 4-5 തീയതികളിൽ ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ 7-ന് സുപ്രീം കോടതിയിൽ. ലഡാക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രതിഷേധക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. ചർച്ചയുടെ വഴികൾ അടച്ചിട്ടില്ലെന്ന് കേന്ദ്രം. ലേ അപെക്സ് ബോഡിയുടെ നിലപാട് നിർണായകം. അതിർത്തി മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ISI സഹായത്തോടെ പാകിസ്ഥാന്റെ ശ്രമമെന്ന് പഞ്ചാബ് DGP. ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ വധഭീഷണി അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച് പ്രതിപക്ഷം. അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസിന് അനുമതി നൽകിയില്ല. സ്പീക്കർക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തെയും കേന്ദ്ര ഏജൻസികളെയും ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പ്രതിപക്ഷത്തിലെ സമരം പ്രഹസനമെന്ന് മന്ത്രിമാരായ P രാജീവും MP രാജേഷും പരിഹസിച്ചു. ബഹളത്തിനിടെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് BJP നേതാവ് പ്രിന്റു മഹാദേവ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കി സംസാരിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കാട്ടിയാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ സണ്ണി ജോസഫ് MLA-യുടെ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടന്ന പരാമർശത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. പ്രകോപിതരായ പ്രതിപക്ഷം സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനറുമായി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് സ്പീക്കറുടെ ഡയസിന് ചുറ്റും പടിക്കെട്ടിൽ നിന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ടായി. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും നടന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പരാതി കൊടുക്കാൻ പോലും തയ്യാറാകാതിരുന്ന പ്രതിപക്ഷത്തെ മന്ത്രിമാരായ P രാജീവും MP രാജേഷും പരിഹസിച്ചു. ബിൽ സംബന്ധിച്ച് പക്ഷേ ചിത്രമായിട്ടുള്ള കാര്യം, പോലീസിന് പരാതി ലഭിക്കുന്നത് 29-ാം തീയതി ഉച്ചയ്ക്ക്, അതായത് ഇന്നലെ. ഒടുവിൽ ബഹളത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകാതെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. സഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തെയും കേന്ദ്ര ഏജൻസികളെയും ഭയമാണെന്ന് ആരോപിച്ചു. ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനം ആരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഉന്നയിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുക. ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിനെതിരെ പ്രതിഷേധമൊന്നും ഉയർന്നില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്?
രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനായിരുന്നു കോൺഗ്രസ് നീക്കം നടത്തിയത്. എന്നാൽ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജയിലിലെ സുരക്ഷാ വീഴ്ച നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അതീവ ഗുരുതരമെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജയിലിൽ സംഘർഷാവസ്ഥയില്ലെന്നും രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചോദ്യോത്തരവേളയിലാണ് ജയിലിലെ സുരക്ഷാ വീഴ്ച പ്രതിപക്ഷം ഉന്നയിച്ചത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവും രാഷ്ട്രീയ തടവുകാർക്ക് ജയിലിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഉൾപ്പെടെ പ്രതിപക്ഷം ചോദ്യമുയർത്തി. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിയാകട്ടെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അതീവ ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകി. തടവുപുള്ളി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരട്ടെ, ശക്തമായി നടപടികൾ നമുക്ക് സ്വീകരിക്കാം. അതേസമയം രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണെന്നും ജയിലിൽ സംഘർഷാവസ്ഥയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജയിലിൽ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ കോടതികളിൽ കേസ് വരുമ്പോൾ നേരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിനകത്താണെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. ഇപ്പോ വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്ത് നിന്ന് തന്നെ അവർക്ക് ഹാജരാകാൻ പറ്റും. ഇത് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റുമെന്നും പത്തനംതിട്ടയിൽ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊടും കുറ്റവാളികൾക്ക് എല്ലാ ഘട്ടത്തിലും പ്രത്യേക നിരീക്ഷണം വേണമെന്നും അവരെ സാധാരണ തടവുകാരെ പോലെ കാണാനാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുയോഗങ്ങൾക്ക് മാർഗരേഖ തയ്യാറാക്കാനൊരുങ്ങി DMK സർക്കാർ. ഇതിനായി സർവകക്ഷി യോഗം വിളിച്ച് നിർദ്ദേശങ്ങൾ സ്വരൂപിക്കും. അതിനിടെ കരൂർ ദുരന്തത്തിൽ ദുരൂഹതയേറ്റി TVK പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പെഴുതി വെച്ചാണ് വഴിപ്പുറത്തെ ബ്രാഞ്ച് സെക്രട്ടറി V. അയ്യപ്പൻ ആത്മഹത്യ ചെയ്തത്. ദുരന്തത്തിനു പിന്നിൽ സെന്തിൽ ബാലാജിയുടെ നിലപാടുകളാണെന്ന് അയ്യപ്പൻ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു. സെന്തിൽ ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കാനായില്ലെന്ന് കത്തിലുണ്ട്. അയ്യപ്പന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു വരികയാണ്. ബാലാജിയുടെ ഇടപെടൽ സംബന്ധിച്ച് വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനും TVK നേതാവ് പവൻരാജും കസ്റ്റഡിയിലായിട്ടുണ്ട്. പരിപാടിക്ക് അനുമതി തേടിയുള്ള അപേക്ഷയിൽ ഒപ്പിട്ടത് പവൻരാജാണ്. അതിനിടെ അറസ്റ്റിലായ TVK നേതാക്കൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള NDA സംഘം കരൂരിലെത്തി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമെന്നും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതായും ഹേമമാലിനി MP പറഞ്ഞു. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും കരൂരിൽ എത്തിയിട്ടുണ്ട്. കരൂർ ദുരന്തത്തിൽ നയം മാറ്റി DMK. കരുതലിൽ നിന്ന് കടന്നാക്രമണത്തിന്റെ ഭാഷയിലാണ് കനിമൊഴി ഇന്ന് പ്രതികരിച്ചത്. വിജയ് മനുഷ്യത്വമില്ലാത്ത നേതാവെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പഠിക്കണമെന്നും കനിമൊഴി പറഞ്ഞു. കൂടുതൽ ആളുകൾ മരിക്കാനാണ് TVK താൽപ്പര്യപ്പെടുന്നതെന്നും അതിനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ TVK നേതാക്കൾ നൽകുന്നതെന്നും കനിമൊഴി പറഞ്ഞു. Any responsible leader should not leave. And even if you've left, you should make sure at least your party functionaries are there, because people came to see you. Anybody who comes out with something like this and wants to have violent protest or anything, you're calling for people to lose their more lives to be lost. Nothing else. I don't see it as anything else. Some conspiracy allegations. They say there is a conspiracy. See, there is a one-person commission. And I think Madam has already reached there and she is started her work. Let us. CM has also said that let us wait. SIR നടപടികൾ പൂർത്തീകരിച്ചുള്ള ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പുറത്തിറക്കും. അന്തിമ വോട്ടർ പട്ടികയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. നവംബർ 22-നാണ് സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പൂർത്തിയാവുന്നത്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആഴ്ച ബീഹാർ സന്ദർശിക്കുന്നുണ്ട്. നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും മറികടന്നാണ് ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ മാത്രമേ എത്ര പേർ പട്ടികയ്ക്ക് പുറത്തുപോയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും. നവംബർ 22-നാണ് സംസ്ഥാന സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണം.
SIR നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള പട്ടികയാണ് പുറത്തിറങ്ങുന്നത്. 7,24,00,000 വോട്ടർമാരാണ് പ്രാഥമിക വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ആദ്യ പട്ടിക പുറത്തിറക്കിയപ്പോൾ 65 ലക്ഷം വോട്ടർമാരാണ് പുറത്തുപോയത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൂടി അംഗീകരിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കിയിട്ടുള്ളത്. അനധികൃത കുടിയേറ്റക്കാർ ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വോട്ടർ പട്ടിക പുറത്തിറക്കി കഴിഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായി മാറും. തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്താൻ കമ്മീഷൻ അംഗങ്ങൾ ഈ മാസം 4, 5 തീയതികളിൽ ബീഹാർ സന്ദർശിക്കുന്നുണ്ട്. നിലവിൽ 470 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുക. അതേസമയം ബീഹാറിലെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഈ മാസം 7-ന് വീണ്ടും പരിഗണിക്കും. പുതുക്കിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ കോടതിക്ക് മുൻപിലേക്ക് എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ സ്വാധീന മേഖലകളിൽ നിന്ന് വോട്ടുകൾ കൂട്ടത്തോടെ ഒഴിവാക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലഡാക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രതിഷേധക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. ചർച്ചയുടെ വഴികൾ അടച്ചിട്ടില്ലെന്നും ഏതു സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്രം പറയുന്നു. അതേസമയം നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നീക്കാതെ ചർച്ചയിലേക്ക് പോകുന്നതിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. സംഘടനകൾ ചർച്ചയുടെ പാതയിലേക്ക് തിരികെ എത്തണമെന്ന് ലഡാക്ക് ഗവർണർ അഭ്യർത്ഥിച്ചു. അതിനിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വടക്കൻ കമാൻഡറുടെ നേതൃത്വത്തിൽ കരസേനയുടെ അവലോകന യോഗം നടന്നു. ലഡാക്കിൽ സംഘർഷത്തിന് അയവ് വന്നെങ്കിലും നിയന്ത്രണങ്ങളും നിരോധനങ്ങളും തുടരുകയാണ്. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, വാങ്ചുക് ജയിലിലായതിനാൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് അനുയായികൾ കടന്നേക്കും. അതുകൊണ്ട് തന്നെ ചർച്ചകൾ പൂർണ്ണമായ നിലയിലേക്ക് എത്തിയ ശേഷം നിയന്ത്രണങ്ങൾ പിൻവലിക്കാമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളിൽ ലേ അപെക്സ് ബോഡിയുടെ നിലപാട് നിർണായകമാണ്. പൂർവ്വസ്ഥിതിയിലേക്ക് ലഡാക്കിനെ എത്തിക്കാതെ ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് അപെക്സ് ബോഡി ഉള്ളത്. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളിൽ നിന്ന് അപെക്സ് ബോഡി പിന്മാറിയിരുന്നു. എന്നാൽ ചർച്ചയുടെ വഴികൾ അടച്ചിട്ടില്ലെന്നും ഏത് സമയത്തും ചർച്ചയ്ക്ക് തയ്യാറാണെന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചർച്ച ഈ മാസം 6-നാണ്. എന്നാൽ അപെക്സ് ബോഡി വിട്ടുനിന്നാൽ സർക്കാരിന്റെ നീക്കങ്ങൾക്ക് അത് തിരിച്ചടിയാകും. അതേസമയം കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ സംഘടനകൾ ചർച്ചയുടെ പാതയിലേക്ക് തിരികെ എത്തണമെന്ന് ലഡാക്ക് ഗവർണർ അഭ്യർത്ഥിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ക്ഷേമത്തിനും താൻ ഉൾപ്പെടെ പ്രവർത്തിക്കുകയാണ്. സംഘർഷത്തിനിടെ പോലീസ് വെടിവെച്ചില്ലായിരുന്നെങ്കിൽ ലഡാക്ക് മുഴുവൻ ആക്രമിക്കപ്പെട്ടേനെയെന്നും ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദ്ര ഗുപ്ത പറഞ്ഞു. സൈനികരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ അടക്കം തട്ടിയെടുക്കാൻ ശ്രമം നടന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉത്സവകാലങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കി. അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പഞ്ചാബ് അതിർത്തിയിൽ ഉൾപ്പെടെ രക്ഷാസേനയുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങൾ തുടങ്ങിയതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ISI സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാന്റെ നീക്കം. ഉത്സവകാലങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന രഹസ്യ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കി. അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പഞ്ചാബ് DGP സ്ഥിരീകരിച്ചു. നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായും പഞ്ചാബ് DGP ഗൗരവ് യാദവ് അറിയിച്ചു. അതിർത്തി ജില്ലകളിൽ BSFന്റെ 7 കമ്പനിയെയും മറ്റ് ജില്ലകളിൽ സംസ്ഥാന സായുധ സേനയുടെ 50 കമ്പനിയെയും വിന്യസിച്ചിട്ടുണ്ട്. ആസൂത്രിതമായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ടോൾ ഫ്രീ നമ്പർ പഞ്ചാബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവകാലങ്ങളിലെ സംഘർഷങ്ങൾ തടയാൻ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾക്കിടയിലൂടെ അസ്ഥിരതയുണ്ടാക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. DGP യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഉത്തരവിട്ട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. സംസ്ഥാന സർക്കാർ 5 ദിവസത്തിനകം വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം. വിജിലൻസ് ക്ലിയറൻസ് സർക്കാർ ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോഗേഷ് ഗുപ്ത നൽകിയ പരാതിയിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർവീസിലേക്ക് മാറാൻ യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനാണ് CAT ഉത്തരവ്.
കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. തുടർന്നാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു. CAT ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയാണ്. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് 3 വർഷത്തിനിടെ 7 സ്ഥലം മാറ്റമാണ് ലഭിച്ചത്. അതിൽ ഏറ്റവും ഒടുവിലേത്തേതാണ് റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ടുള്ള ഉത്തരവ്. 2022 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലെത്തിയ യോഗേഷിന് ബിവറേജസ് കോർപ്പറേഷൻ MD ആയിട്ടായിരുന്നു ആദ്യ നിയമനം. പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറലാക്കി. പോലീസ് അക്കാദമി ഡയറക്ടർ, സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ADGP, ബീവറേജസ് കോർപ്പറേഷൻ MD, വിജിലൻസ് മേധാവി, അഗ്നിരക്ഷാസേനാ മേധാവി എന്നിവിടങ്ങളിലേക്കായിരുന്നു പിന്നീടുള്ള മാറ്റങ്ങൾ. അമൃത ന്യൂസ്, കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവിനെ തേടി BJP നേതാവ് സുരേന്ദ്രൻ അയനക്കുന്നത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വെള്ളിയാഴ്ച രാത്രിയാണ് ചാനൽ ചർച്ചയിൽ പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത്. തുടർന്ന് വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രിന്റു ഒളിവിലാണ്. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവർ ആണ് തന്നെ കുറ്റം പറയുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശവങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ ആണ് നിങ്ങളെ ഭരിക്കുന്നത്. 25 വർഷം മുമ്പ് മരിച്ചവരെ കൊണ്ടുവരെ വോട്ട് ചെയ്യിപ്പിച്ചു. ശബരി റെയിൽ പദ്ധതി അടഞ്ഞ അധ്യായമല്ല. എയിംസ് തൃശ്ശൂരിന് അർഹതപ്പെട്ടതാണ്. 2015 മുതലുള്ള തൻ്റെ നിലപാട് ഇതാണ്. എയിംസ് ആലപ്പുഴയ്ക്ക് ഇല്ലെങ്കിൽ തമിഴ്നാടിനെന്ന് താൻ പറഞ്ഞിട്ടില്ല. മറിച്ച് തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കുമെന്നും സുരേഷ് ഗോപി തൊടുപുഴയിൽ പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ നേരിൽ കണ്ട് സംസാരിച്ചെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ആദ്യമായല്ല അദ്ദേഹത്തിനെ നേരിട്ട് പോയി കാണുന്നത്. സന്ദർശനം രാഷ്ട്രീയ ഇടപെടലായി കാണേണ്ടതില്ല. ശബരിമല വിഷയത്തിൽ NSSന് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടിനെ കോൺഗ്രസ് ബഹുമാനത്തോടെയാണ് കാണുന്നത്. NSSനും കോൺഗ്രസിനും ഇടയിൽ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ആവശ്യമില്ലെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. പോയിരുന്നല്ലോ. ഈ നന്മയ ശ്രമങ്ങളൊക്കെയാണോ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളൊക്കെ പോകുന്നുണ്ട് സാറടക്കം? അതല്ലേ, ഞാനവിടെ ചെന്ന് അദ്ദേഹത്തെ കാണും. ഞാൻ സാധാരണ ആദ്യമായിട്ട് പോകുന്നതല്ല. അതൊരു പൊളിറ്റിക്കൽ മിഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളവിടെ നേരത്തെ പോകാറുണ്ട്, ഇപ്പോഴും പോയി. ആ നിലയിൽ തന്നെ നിലവിലൊരു സാഹചര്യം ചർച്ചയാവുന്നൊരു സ്ഥിതിയാണ്. അവിടെ നമ്മളവിടെ പോയി അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു പോന്നു. അതിനേക്കാൾ അപ്പുറത്ത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. ഈ NSSന്റെ രാഷ്ട്രീയ നിലപാടും ചർച്ചയായിട്ടുണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ തിരുവനന്തപുരത്തും പ്രതിഷേധ ബാനർ. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മുന്നിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി സമുദായത്തെ അടിയറ വെച്ച NSS ജനറൽ സെക്രട്ടറി സമുദായത്തിന് അപമാനമെന്ന് ബാനറിൽ. ശബരിമല വിഷയത്തിൽ സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് നെയ്യാറ്റിൻകര കോട്ടയ്ക്കൽ NSS കരയോഗത്തിനു മുന്നിലും ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഇതാദ്യമായി 22 ക്യാരറ്റ് സ്വർണം 1 പവന് വില 85,000 എന്ന മാന്ത്രിക സംഖ്യ മറികടന്നു. വെള്ളിയുടെ വിലയിലും വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണം ഗ്രാമിന് ഇന്ന് 130 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. 1 പവന് 1040 രൂപ വർദ്ധിച്ച് 86,760 രൂപയിലേക്ക് ഉയർന്നു. ഇന്നലെ 85,720 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. 22 ക്യാരറ്റിന്റെ 1 പവൻ സ്വർണത്തിന് ഇന്ന് 85,360 രൂപയാണ് വില. ഇന്നലെ 84,680 രൂപയായിരുന്നു. ഇതാണ് ഇന്ന് 680 രൂപ വർദ്ധിച്ച് 85,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത്. വെള്ളിയുടെ നിരക്കിലും വർധനവുണ്ടായി. ഗ്രാമിന് 161 രൂപയും കിലോഗ്രാമിന് 1,61,000 രൂപയുമാണ് വെള്ളിയുടെ വില. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് 1 പവന്റെ ആഭരണത്തിന് വൻവില നൽകേണ്ട സ്ഥിതിയാണുള്ളത്. സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പലിക്കൂലി 5%.
ഡോളറിന്റെ ബലഹീനതയും നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകളുമാണ് സ്വർണ്ണവിലയെ പുതിയ ഉയരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡോളറിന്റെ ദുർബലതയും US ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്കുകൾ കൂടുതൽ കുറക്കുമെന്ന പ്രതീക്ഷകളും വർദ്ധിച്ചു വരുന്നതിനാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ചേവായൂർ മോഷണ പരമ്പര കേസിൽ പ്രതിയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കണ്ടെടുത്തു. പ്രതിയായ അഖിലിന്റെ വീട്ടിൽ നിന്ന് 32 പവൻ സ്വർണമാണ് കണ്ടെത്തിയത്. പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 22 പവൻ സ്വർണവും ചാലിൽ താഴത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 10 പവൻ സ്വർണവുമാണ് കണ്ടെത്തിയത്. പറമ്പിൽ ബസാറിലെ വീട്ടിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു മോഷണം നടന്നത്. അതിന് ഒരാഴ്ച മുമ്പ് ചാലിൽ താഴത്തെ വീട്ടിൽ നിന്ന് 10 പവനും മോഷ്ടിച്ചിരുന്നു. റിമാൻഡ് ചെയ്ത പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറ മേളത്തിൽ മേള പ്രമാണിയായി കൊട്ടിക്കയറി നടൻ ജയറാം. 151 വാദ്യ കലാകാരന്മാരാണ് ജയറാമിനൊപ്പം അണിനിരുന്നത്. ഇത് 12ാം തവണയാണ് ജയറാം പവിഴമല്ലിത്തറ മേളത്തിൽ പ്രമാണിയാവുന്നത്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായാണ് പവിഴമല്ലിത്തറ മേളം നടന്നത്. 3 മണിക്കൂറോളം നീണ്ടു നിന്നതായിരുന്നു മേളം. നടൻ ജയറാമിന്റെ നേതൃത്വത്തിൽ 12ാം വർഷമാണ് പവിഴമല്ലിത്തറ മേളം നടക്കുന്നത്. ഇത്തവണ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ മക്കളായ ശ്രീരാജും ശ്രീകാന്തും ജയറാമിനൊപ്പം ഉണ്ടായിരുന്നു. പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണി സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോറ്റാനിക്കരമ്മയുടെ നടയിൽ ഈ പവിഴമല്ലിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്രാവശ്യം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമുണ്ട്. 100 കണക്കിന് ആളുകളാണ് ദുർഗാഷ്ടമി നാളിൽ ക്ഷേത്രത്തിലെത്തിയത്. മേളം കൂടി കണ്ടാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തിരക്കേറി. ക്ഷേത്രം മുഖ്യ അർച്ചകൻ നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി പൂജകൾ നടന്നുവരുന്നത്. ദുർഗാഷ്ടമി ദിവസമായി ഇന്ന് ദേവിക്ക് ശതരുദ്രാഭിഷേകം നടന്നു. ക്ഷേത്രം ഭക്തജനസാഗരമായി മാറുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിൽ നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മലയാളികളായ ഭക്തർ കൊല്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അതുല്യ കേസിൽ ഭർത്താവ് സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. കോടതിയുടെ പൂജാ അവധിക്ക് ശേഷമാവും റിമാൻഡിൽ കഴിയുന്ന സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുക. കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സതീഷിന്റെ ജാമ്യം റദ്ദു ചെയ്തത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനാ ഫലം കോടതിയിൽ വലിയ തെളിവായതോടെ സതീഷിന്റെ ജാമ്യം റദ്ദു ചെയ്തു. അതുല്യ കൊല്ലപ്പെട്ടതാണെന്നും കാരണക്കാരൻ ഭർത്താവ് സതീഷാണെന്നുമാണ് ബന്ധുക്കളുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതും പ്രകാരം ചവറ തെക്കുംഭാഗം പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിൽ വീഴ്ച പറ്റിയെന്നും കോടതി കണ്ടെത്തി. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്താത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുല്യയുടെ മരണം ശ്വാസം മുട്ടിയാണെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ റീപോസ്റ്റ്മോർട്ടത്തിലും തെളിഞ്ഞിരുന്നു. അതുല്യയുടെ ശരീരത്തിലെ 46 പാടുകളിൽ ചിലത് മരിക്കുന്നതിന് 24 മണിക്കൂർ മുൻപുണ്ടായതാണെന്നും കണ്ടെത്തിയിരുന്നു. ജൂലൈ 19-നായിരുന്നു അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജയിലെ പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിമരണം എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സതീഷിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് സതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ തുടരന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ആതിഥേയരായി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ആദ്യ മത്സരം. ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുക്കും. ആകെ 31 മത്സരങ്ങളാണ് ഉള്ളത്. നവംബർ 2-നാണ് ഫൈനൽ. നവി മുംബൈയിലായിരിക്കും വേദി. പാകിസ്ഥാൻ ഫൈനലിൽ കടക്കുകയാണെങ്കിൽ ഫൈനൽ കൊളംബോയിൽ നടക്കും. പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം കൊളംബോയിലാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും പുറമെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 2013 ശേഷം ആദ്യമായാണ് ഇന്ത്യ ആതിഥേയരാകുന്നത്. വൈകിട്ട് 3 മണിക്ക് ഗുവാഹത്തിയിലാണ് മത്സരം. ഹർമൻപ്രീത്
കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീം ഇക്കുറി ശക്തരാണ്. ഗുവാഹത്തിക്ക് പുറമെ ഇൻഡോർ, വിശാഖപട്ടണം, നവി മുംബൈ എന്നിവയാണ് ഇന്ത്യയുടെ വേദികൾ. ഓസ്ട്രേലിയയാണ് നിലവിലെ ജേതാക്കൾ. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.